പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് അന്ത്യമാകുമെന്ന സൂചനയുമായി മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇറാൻ വെടിനിർത്തൽ കരാർ ട്രംപിനെ അനുമതിക്കായി കാത്തിരിക്കുന്നു എന്നാണ് സൂചന. വെടിനിർത്തൽ നീട്ടുന്നതിനും ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ചകൾ ആരംഭിക്കുന്നതിനുമുള്ള ധാരണാപത്രത്തിൽ ഇരുപക്ഷവും സമ്മതിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വൃത്തങ്ങളും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉം ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി നീട്ടാനുള്ള കരാറിലേക്ക് നീങ്ങിയെങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അംഗീകാരത്തെ ആശ്രയിച്ചാണ് തീരുമാനമെന്ന് വൃത്തങ്ങൾ പറയുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ആരംഭിച്ച 3 മാസത്തിന് ശേഷം ചർച്ചകളുടെ അസ്ഥിരത അടിവരയിടുന്ന തരത്തിൽ വാഷിംഗ്ടണും ടെഹ്റാനും പരസ്പരം വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് ആരോപണമുണ്ടായതിനു ശേഷമാണ് ഈ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇറാന്റെ ഉന്നത നേതൃത്വം ഈ സമാധാന നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിപ്പ് തുടരുകയാണ്. ബുധനാഴ്ച ചർച്ചകളുടെ പുരോഗതിയിൽ ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ തനിക്ക് കൂടുതൽ സമയം വേണമെന്ന് മധ്യസ്ഥരെ അറിയിച്ചതായും സൂചനയുണ്ട്. ഹോർമൂസിലെ ഉപരോധങ്ങൾ നീക്കണമെന്ന ഇറാന്റെ നിർദ്ദേശത്തിൽ ചർച്ചകൾ ഒന്നും നടക്കുന്നില്ലെന്ന് ട്രംപ് മണിക്കൂറുകൾക്ക് മുൻപ് പ്രതികരിച്ചിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതാണ് കരാറിലൂടെ ഇറാൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പുതിയ നിർദ്ദേശപ്രകാരം ഹോർമൂസിലൂടെയുള്ള സുരക്ഷിത കപ്പൽ ഗതാഗതം ഇറാൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 30 ദിവസത്തിനുള്ളിൽ കടലിലെ മൈനുകൾ നീക്കം ചെയ്യുമെന്നും വാണിജ്യ കപ്പലുകളെ തടയില്ലെന്നും ഇറാൻ സമ്മതിച്ചതായാണ് റിപ്പോർട്ട്. ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നിന്ന് ട്രോൾ ഈടാക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയ്ക്ക് പകരമായി മേഖലയിലെ നാവിക ഉപരോധം അമേരിക്ക ഘട്ടം ഘട്ടമായി ലഘൂകരിക്കും. ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന ഇറാന്റെ ഉറപ്പും കരാറിന്റെ ഭാഗമായിട്ടുണ്ടാകും. സമാധാന ചർച്ചകൾ തുടരുന്നതിനിടയിലും മേഖലയിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.